ആലപ്പുഴ കായംകുളത്തെ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതായി ആരോപണം. കുഞ്ഞിന്റെ അച്ഛന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിശദീകരണത്തിനായി കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി PROയുടെ നമ്പറിൽ പലതവണ ബന്ധപ്പെട്ടുവെങ്കിലും മറുപടി ഉണ്ടായില്ല. ഭരണിക്കാവ് സ്വദേശികളായ അതുല്യ അജീഷ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. 5 മാസത്തിലധികമായി യുവതി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. ചൊവ്വാഴ്ചയാണ് പ്രസവ തീയതി നിശ്ചയിച്ചിരുന്നത്. വേദന ഉണ്ടായതിനെ തുടർന്ന് ഞായറാഴ്ച അതുല്യ ആശുപത്രിയിലെത്തിയിരുന്നു. പരിശോധനകൾക്ക് ശേഷം യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. തിങ്കളാഴ്ചയും യുവതിക്ക് വേദന അനുഭവപ്പെട്ടു. വീണ്ടും ആശുപത്രിയിലെത്തിയെങ്കിലും മടങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. എന്നാൽ ഭർത്താവ് അജീഷിന്റെ നിർബന്ധപ്രകാരം അഡ്മിറ്റ് ചെയ്തു. അന്ന് ഉച്ചയോടെ ശസ്ത്രക്രിയയിലൂടെ ആൺകുഞ്ഞിനെ പുറത്തെടുത്തു. വൈഫിനെ കയറ്റി പരിശോധിച്ചപ്പോൾ പോലും ഇവർ പറയുന്നില്ല കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവ് ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്നോട് പറയാതാണ് എൻ്റെ വൈഫിനെ ഡയറക്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുന്നതും എൻ്റെ അടുത്ത് ഇതിനകത്ത് സൈൻ ചെയ്യണമെന്ന് പറയുന്നത്. ആശുപത്രിയിൽ നിന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് നഴ്സുമാരെ കൂട്ടി കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുഞ്ഞിൻ്റെ അമ്മ അതുല്യ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.